അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാർന്ന് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കർത്താവ് ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിനധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. പിതാമ്പുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ, ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി ദൈവം തന്നിരിക്കുന്നത് അവിടുത്തെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. അഥവാ വാഗ്ദാനത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തന പദ്ധതിയാണ് ഉടമ്പടി. വാഗ്ദാനം പ്രാപിക്കുന്നതിന് ഇപ്പോൾ ഓരോ വിഷയം എല്ലാ ബൈബിളിൻ്റെ ഒരു വിഭാവനയിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്നതും
ലക്ഷ്യം ഉൾപ്പെടെ എല്ലാം, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ലക്ഷ്യം, മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, നിലനിൽപ്പിന് ആവശ്യമായവ, ജോലി, വീട്, വിവാഹം, മക്കൾ, അങ്ങനെ എന്ത് സംഭവം, പ്രൊമോഷൻ, PR, ഇങ്ങനെയൊക്കെ എന്ത് സംഭവം വന്നാലും ജീവിതം വരെ ഐഹികമായിട്ടുള്ള കാര്യങ്ങളാണത്. എല്ലാം ബൈബിള് വാഗ്ദാനം എന്ന ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ നോക്കിക്കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിച്ചു എന്നാണ് എൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത്. ഈ വാഗ്ദാനം പ്രാപിക്കാൻ ഒന്നാമത്തെ ഘട്ടം, അതിനൊരു 4 ഘട്ടങ്ങൾ ബൈബിളിലുണ്ട്. വാഗ്ദാന നാട്ടിലോട്ട് ഇവർ ചെല്ലുമ്പോൾ 4 ഘട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ എല്ലാ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ഒരു ഘട്ടമെങ്കിലും നമ്മൾ വളരെ ഗുരുതരമായ രീതിയിൽ നിശ്ചിതമായി നിരീക്ഷിച്ച് അർത്ഥവത്തായിട്ട് നടപ്പിൽ വരുത്തേണ്ടതാണ്. ഒരു ഘട്ടത്തിൻ്റെ ഒരു ഘട്ടം മാത്രം പോരെന്നല്ല. അതായത് ഈ തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയണത്. തുടക്കക്കാർ ഒരു ഘട്ടമെങ്കിലും, ഇപ്പം എന്താണ് ഘട്ടമെന്ന് പറയണത്? ഒന്നാമത്തേൽ വാഗ്ദാന നാട് പ്രാപിക്കാൻ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ ജനം ആദ്യമേ കണ്ടത് എന്താണ്? ചെങ്കടല. ചെങ്കടൽ ഒരു ഹഡിൽസാണ്, തടസ്സമാണ്. ഈ ചെങ്കടലിന് ആൾക്കാർ അതിൻ്റെ ആ പ്രക്രിയ അത് കടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. മോസസിൻ്റെ വിശ്വാസവും മോസസിൻ്റെ നേതൃത്വത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യവും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ജനം മോസസിൻ്റെ ഉൾപ്പെടെ ഒപ്പമാണിത് കടന്നു പോണത്. ഈ കടന്നു പോകുന്നതിനെക്കുറിച്ച് അതിനൊരു സ്പിരിച്വൽ മീനിങ് കൊടുത്തിട്ടുണ്ട് ബൈബിള്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുമ്പോഴും ഈ ഒരു സ്പിരിച്വൽ പ്രക്രിയ മസ്റ്റായിട്ട് നമ്മൾ നടന്നുവെന്ന് ഉറപ്പ് വരുത്തണം. അതേതാണ് സ്പിരിച്വൽ പ്രക്രിയ? ചെങ്കടലിൻ്റെ സ്പിരിച്വൽ എന്തോ ഒരു വലിയ ആത്മീയതയുടെ ഭൗതികമായ പ്രതീകമാണ് ചെങ്കടൽ കിടക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് പറയണത് പൗലോസ് അപ്പോസ്തലനാണ് പറയണത്. പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. 1 കൊരിന്ത്യൻസ് 10-ാം അധ്യായം 1 മുതൽ 2 വരെ വാക്യങ്ങൾ. സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ശരിക്കും പറഞ്ഞാൽ എന്ത് തിയോളജിക്കൽ ഡെപ്തുള്ള സംഭവമാണെന്നറിയത്. മോശയോട് അത് നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്തുവിനോട് ചേരുന്നതിന് സമാന്തരമായിട്ടാണ് മോശയോട് ചേർന്ന് പറയണത്. എവിടേക്കാണ് സ്നാനം പറ്റത്? മേഘത്തിലും അതുപോലെ തന്നെ കടലിലും. അപ്പോൾ സ്നാനമേൽക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ ചെങ്കടലിലൂടെ കടന്നു വന്ന് അതിൻ്റെ സ്പിരിച്വൽ മീനിങ്, ആത്മീയമായിട്ടുള്ള അർത്ഥവത. എന്തിനാണ് ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മീയമായ ഒരു പ്രക്രിയ നടക്കാതെ നമ്മൾ ജോലി കിട്ടി, വീട് കിട്ടി, എന്നിട്ട് ആ വ്യക്തിക്ക് ആത്മീയ മാറ്റങ്ങളൊന്നുമില്ല. ആ വ്യക്തി പഴയതുപോലെ തന്നെ ജഡികനായി തോന്നിവാസിയായി ജീവിക്കുമ്പോൾ സ്നാനം കേൾക്കാത്തതാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ ഈ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. അത് ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയങ്ങളിലൊന്നാണ് അനുഭവിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ. പാപാവസ്ഥയിൽ നമ്മൾ നേടിയെടുക്കുന്ന ആനുകൂല്യങ്ങൾ
നമുക്ക് പക്ഷേ അനുഭവിക്കാൻ പറ്റത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയും, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. കർത്താവിൻ്റെ കൂടെ അല്ലാതെ നമ്മൾ നേടുന്ന അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടാതെ പോകും. ജോലിയായാലും കുടുംബജീവിതമായാലും അങ്ങനെ. അപ്പോൾ അനുഗ്രഹം ഉള്ളതുപോലെ തന്നെ അനുഗ്രഹം കിട്ടുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് അത് അനുഭവിക്കാനുള്ള യോഗ്യത. ആ വചനം എടുത്തേ, ലൂക്ക 11:23. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പം എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഉടമ്പടിയിലുള്ള ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കർത്താവിൻ്റെ കൂടെയാണോ ശേഖരിക്കണത്. ആരുടെ കൂടെ ശേഖരിക്കാവേ? കർത്താവിൻ്റെ കൂടെയാണ് ശേഖരിക്കണമെങ്കിൽ വിശുദ്ധിയോട് വേണം ഈ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടാകും. എൻ്റെ പേര് കസിയ, ഇതെൻ്റെ ഹസ്ബൻഡ് വിൽഫ്രഡ്, ഇതെൻ്റെ 3 പിള്ളേരാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ 2022 ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. ഇതെൻ്റെ 2ാമത്തെ ടെസ്റ്റിമണിയാണ്. ഈ ടെസ്റ്റിമണി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ UK നിന്ന് ഇന്ന് വരുന്നത്. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ടെസ്റ്റിമണി ഇൻ ഷോർട്ട് ഞാൻ പറയേണ്ടിയിരിക്കുന്നു ഇവിടെ. കാരണം ഒരുപക്ഷെ എല്ലാവരും എൻ്റെ ടെസ്റ്റിമണി കേട്ടിട്ടുണ്ടാവാം. I was going through a hard situation after the episode of COVID. ആ ഒരു വേവ് വന്നതിന് ശേഷം our family went through lots of trauma. Like I was diagnosed with lymphoma, and after that I had to go through chemo plus radiation. I went through 6 cycles of chemo plus 20 plus cycles of radiation. So അങ്ങനെ പോയി ഞാൻ ഇവിടെ ഉടമ്പടി എൻ്റെ മമ്മി എനിക്ക് ഉടമ്പടി വെച്ചിട്ട് മമ്മിക്കും എനിക്കും ഒരു മിറക്കിൾ ഉണ്ടായത് ഞാൻ കഴിഞ്ഞ കൊല്ലം ടെസ്റ്റിമണി പറഞ്ഞതാണ്. അതിനുശേഷം മാതാവ് എൻ്റെ കൂടെ വന്ന കുറച്ച് അനുഭവങ്ങളാണ് എനിക്കിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. സോ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് ഞാൻ UK യിലേക്ക് പോയി. ഇൻ ബിറ്റ്വീൻ ഐ വാസ് ഏബിൾ ടു ഡു കപ്പിൾ ഓഫ് തിങ്സ്. ലൈക്ക് ഇവിടെ എൻ്റെ കസിൻ ചേച്ചി പ്രസവിച്ചിട്ട് കുഞ്ഞ് NICയിലായിരുന്നു ആ സമയത്ത്. അപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പം അവൻ്റെ ഫോട്ടോ ഫോണിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. പിന്നെ ഇപ്പോൾ അവന് 1 വയസ്സായി, അവൻ സുഖമായിരിക്കുന്നു. ഞാൻ അവിടെ പോവുകയും UK യിലേക്ക് പോവുകയും ഐ വാസ് ഏബിൾ ടു ഡു മൈ റെഗുലർ തിങ്സ്. ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, just because of my all these traumatic experience, they redeployed me to an office job. Admin ജോലിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. But I was always thinking, especially after taking ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ജോലി ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ബിക്കോസ് വൺ ഓഫ് ദ പ്രൊഫഷണൽ നഴ്സ്, ഞാൻ UK യിൽ വർക്ക് ചെയ്യുകയാണ് ആസ് എ ടീം ലീഡർ. അപ്പോൾ എനിക്ക് എപ്പോഴും എസ്പെഷ്യലി ഞാനൊരു വാർഡിൽ വർക്ക് ചെയ്യുമ്പം ഐ ഓൾവേസ് വാണ്ടഡ് ടു ഡു മൈ ജോബ് വിത്ത് ഓൾ മൈ ഹാർട്ട്, നോട്ട് ലൈക്ക് ബിഫോർ. ബിക്കോസ് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ജോലി ചെയ്യുമ്പം ഉടമ്പടി ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നീട്. അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം നോർമലായി, ബാക്ക് ടു നോർമൽ ബൈ ഗോഡ്സ് ഗ്രേസ്. ഞാൻ ഉടമ്പടി പാലിക്കുന്നുണ്ട്. ഐ എം ഡൂയിങ് എവറിത്തിങ്. Plus I had to go through this surveillance as well, because അവിടെ നമുക്കറിയാം പ്രോട്ടോകോൾ അനുസരിച്ച് ഈവൻ ഇറ്റ് ഈസ് ലൈക്ക് നമുക്ക് ബയോപ്സി റിസൾട്ട്സ് നെഗറ്റീവ് ആണെങ്കിലും കൂടി they will still look after you. They will still want to do the surveillance scan and everything. So it's like live in CCTV ക്യാമറയിൽ കൂടി അവർ നോക്കണ പോലെ നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടിരിക്കും. So after one of the CT scans, that particular consultant happens to be one of my colleague as well. So he rang to my office directly saying that, Cass, it looks like your results are absolutely fine, but then the uterus looks like a bit enlarged. Are you sure? Because this is a question he asked me. So I was like,
excuse me, because I have to be I have to tell this thing, because as a nurse I should be ashamed of saying this because I should have known this. But then ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നേഴ്സ് ആയത് കൊണ്ട് നമുക്കറിയാം എങ്ങനെയാണ് വൺസ് പീരിയഡ്സ് ഇസ് മിസ്ഡ് യു വിൽ നോ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. ബട്ട് ദെൻ ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. വൈ? ബിക്കോസ് എനിക്ക് കീമോ എല്ലാം എടുത്തതിന് ശേഷം മൈ പീരിയഡ്സ് വെർ ഇറെഗുലർ and sometimes I even miss my periods and things like that. So everything was going on, and then all of a sudden I got to know that I'm pregnant, and it was picked up in one of the CT scan with contrast. Contrast is nothing but a radioactive substance ആണ് കോൺട്രാസ്റ്റ്. നമുക്ക് എല്ലാവർക്കും CT സ്കാൻ ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഇത് നമുക്ക് ഇഞ്ചെക്ട് ചെയ്താൽ തന്നെ നമ്മുടെ ബോഡിയിലൊരു തീ പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. സോ അത്രയും ടോക്സിക് സബ്സ്റ്റൻസസ് ആണ് ദേ ഗേവ് മീ while I was pregnant. So immediately the doctor told me, you have gone through so much, your body is weak, plus ninakku CT scan with contrast chedu, I'm sure this is something else, because he can see the uterus is enlarged and he say this is something else, and he's not confirming that this is pregnancy. And at that moment I told him, I believe that if it is pregnancy, I know it will be fine, but you don't worry, I'll sort it out. എന്നിട്ട് ഞാൻ pregnancy test ചെയ്തു. Immediately 2 lines were just showing up like that. And then അതിനുശേഷം നമുക്ക് പല സ്കാനും പലതും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടും അവർ പറഞ്ഞു, how on earth the baby looks absolutely fine. And that scan showed that the baby is 16 weeks of age. The fetus, zygote നമ്മൾ ഡെവലപ്പ് ആകുമ്പോൾ നമുക്ക് അനാറ്റമി ഫിസിയോളജി ഒക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും, ദാറ്റ്സ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഇസ് എ വെരി ക്രൂഷ്യൽ പീരീഡ് ഓഫ് എ ബേബി. അതിൻ്റെ മീസോഡം എക്ടോഡം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജാണ്. സോ സംതിങ് ഗോയിങ് ഓൺ ദാറ്റ് ടൈം അറൗണ്ട് നമുക്ക് കൊച്ചിനെ ഡെവലപ്മെൻ്റൽ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ വരാം. സോ ആസ് എ നേഴ്സ് നമുക്കിതെല്ലാം അറിയാം. പക്ഷേങ്കിലും ഞാൻ അത് എനിക്കറിയാമെങ്കിലും പല കാര്യങ്ങളും അറിയാമെങ്കിലും നമ്മൾ സമയത്ത് എനിക്കറിയാൻ പാടില്ലാത്ത പോലെ തന്നെ ഞാൻ വിചാരിച്ചു. ഐ ഗേവ് അപ്പ് എവറിത്തിങ്. ഈവൻ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ത്രൂ എനി മോർ ബ്ലഡ് ടെസ്റ്റ് ടു ജസ്റ്റ് പ്രൂവ് ദാറ്റ് മൈ ബേബി ഈസ് ഫൈൻ, ബിക്കോസ് വാട്ട് എവർ യു സേ ഐ വിൽ സ്റ്റിൽ ഗോ ത്രൂ ദിസ് ആൻഡ് ഐ വിൽ ഹാവ് ദ ബേബി. And I don't mind to continue with this. That's what the decision I have taken at that point of time. Adinishesham we have decided not to do any more blood tests or anything, and normal scans were going as their protocol. Everything was absolutely fine by God's grace, and I was doing completely full-time job as a nurse. You know, especially UK like work in the nursemark അറിയാൻ പറ്റും എത്ര ഹെക്റ്റിക് ആണ് ആസ് എ ടീം ലീഡർ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ സാധാരണ ഒരു ബെഡ് സൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല, ഐ വാസ് ടീം ലീഡർ. സോ യു ഹാവ് ടു ഗോ ത്രൂ സോ മച്ച് ഓഫ് റോളർ കോസ്റ്റർ എവറി ഡേ. സോ അങ്ങനെ നമ്മൾ ആ സ്ട്രെസ് പീരീഡിൽ എസ്പെഷ്യലി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആൻ ഓഫീസ് ജോബാണ് ഞാൻ ഫിസിക്കലി കുറച്ച് ഇതായിട്ടുള്ള ജോലിയിലേക്ക് തിരിച്ച് ഞാൻ പോകുന്നത്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഞാൻ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ സമയത്ത് വി വെൻറ്റ് ടു ചെസ്സിങ്ടൺ ഇസ് നത്തിങ് ബട്ട് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വീഗാലാൻഡ് പോലത്തെ ഒരു സ്ഥലം, പ്ലസ് ഗ്ലാമ്പിംഗ് ഉണ്ട്. നമുക്ക് അവിടെ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാം. അങ്ങനെ പിള്ളേരെയും കൊണ്ട് പോയി. ഹസ്ബൻഡ് എന്നെ നിർബന്ധിച്ച് റാറ്റിൽ സ്നേക്കിൽ വരെ കയറ്റി. റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോകുന്ന ഒരു സംഭവം, റോളർ കോസ്റ്റർ പോലത്തെ. അതിനകത്തൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ഒത്തിരി ഞാൻ കയറി. ആ സമയത്തൊക്കെ എന്തും സംഭവിക്കാമായിരുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്ററാണ്, എനിത്തിങ് കുഡ് ഹാവ് ഗോൺ റോങ്. ബട്ട് ആ സമയത്തൊക്കെ ഐ ബിലീവ് ദാറ്റ് അറിയാത്ത കാര്യങ്ങൾ എൻ്റെ അമ്മയ്ക്കറിയാം, എൻ്റെ മാതാവിനറിയാം. സോ മാതാവാണ് ഈ കുഞ്ഞിനെ തന്നത്. സോ ഷീ ആക്ച്വലി ലുക്ക്ഡ് ആഫ്റ്റർ മീ ഓൾ ത്രൂ ഔട്ട് ദിസ് പ്രഗ്നൻസി. വൈ? ബിക്കോസ് ഞങ്ങൾ മാത്രമാണ് യു കെയിലുള്ള അല്ലെങ്കിൽ ഏത് പ്രവാസികൾക്കും അറിയാം, എന്ത് പ്രശ്നം വന്നാലും നമ്മളെല്ലാവരും ഒരു ചെറിയ ഒരു റൂമിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ എൻറ്റയർ വേൾഡ് ഒതുങ്ങിപ്പോകുന്നത്. ഈവൺ ഇഫ് ഇറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹാപ്പിനെസ് ഓർ എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ട്രോമ. സോ അങ്ങനെ ഞങ്ങൾ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞ് വരുമ്പോഴത്തേക്കും
we don't have anybody to look after us, or neither to look after anybody else in this house. So I was asking Mother Mary, എനിക്ക് 2 പ്രഗ്നൻസിക്കും എൻ്റെ 2 അമ്മമാരും വന്നും പോയിരുന്നേച്ച് ഇപ്പം we don't have that kind of a luxury. So what I'm asking, മാതാവിൻ്റെ എലിസബത്ത് ആൻറ്റിനെ പോയി നോക്കിയതുപോലെ എന്നെ ഒന്ന് വന്ന് നോക്കാവോ എന്നൊക്കെ ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്. അതിന് എവിഡൻസ് ആയിട്ട് I have seen her couple of times, to be frank, and please don't judge me. കാരണം ഞാൻ കണ്ടു എന്ന് പറയണത് അങ്ങനെ കണ്ടു എന്നല്ല, സം ഓഫ് ദി തിങ്സ് ലൈക്ക് എ ഗ്ലിച്ച് ഓർ സംതിങ് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പം നമ്മൾ വിചാരിക്കും വലിയൊരു കൈയാണ് വന്നിരിക്കുന്നതെന്ന്, പക്ഷേ പെട്ടെന്ന് ഒന്നും കൂടി കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലാങ്കറ്റോ ഡുവേ ആയിരുന്നു എന്ന് പിന്നെ മനസ്സിലാവും, സംതിങ് ലൈക്ക് ദ. ബട്ട് സം ഓഫ് ദ തിങ്സ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഐ ഹാവ് ഗിവൺ ദാറ്റ് എവിഡൻസ് ടു കൃപാസനം ടീം. I hope it actually will help. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അതിനോടനുബന്ധിച്ചുള്ള ഒരു എവിഡൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ pregnancy was continuing and everything was fine. ഞാൻ full time, even more than 40 hours I used to work for, as a nurse during that time. Up and down drive ചെയ്യുമ്പോൾ എപ്പോഴും ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ഇല്ലാതെ ഞാൻ ഇരിക്കത്തേ ഇല്ല. എപ്പോഴും സാക്ഷ്യവും ധ്യാനവും എല്ലാം കൂടി. ആൻഡ് ഫെബ്രുവരി 13 ആയിരുന്നു എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് ഫെബ്രുവരി 8 തന്നെ പെട്ടെന്ന് പെയിൻ വരികയും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആൻഡ് എവറിത്തിങ് വാസ് ഫൈൻ. ഐ ഗേവ് ബർത്ത് ടു എ ബോയ് ബേബി ഓൺ 8th of February. And I named him Ephron Marian. ബാപ്റ്റിസം കഴിഞ്ഞിട്ടില്ല, ബാപ്റ്റിസം കൂടി നടത്തണം. മാതാവിനെ കാണിച്ചിട്ട് വേണം ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. And he is such a sweet boy. And I would say this is the most easiest pregnancy and I ever had, I would say. Without any of such helps, we were able to do everything. And I should also say this, മാതാവിൻ്റെ രൂപത്തിൽ കുറേ ആൾക്കാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഐ താങ്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാർ ഞങ്ങൾക്ക് ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാനും അവിടെ ഉള്ള ചേച്ചി ചേട്ടൻ എല്ലാവരും ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. മാതാവിൻ്റെ രൂപമായിട്ടാണ് ഞങ്ങൾക്ക് അവരെല്ലാവരും മാതാവ് പറഞ്ഞയച്ചതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ആൻഡ് അനദർ തിങ്സ് ഐ ഷുഡ് സേ, അത് വൺ ഓഫ് ദി ടെസ്റ്റിമണി ഐ ഹാവ്. ആൻഡ് ഹീ ഈസ് ദ ബോയ്. പിന്നെ ഒരു കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നത്, ഞങ്ങൾക്കൊരു വീട് വേണം എന്നായിരുന്നു. ബാംഗ്ലൂരാണ് ഹസ്ബൻഡിൻ്റെ വീടുണ്ടായിരുന്നത്. സോ അവിടുത്തെ വീട് വിൽക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ വെച്ചത് കഴിഞ്ഞ ഏപ്രിലാണ് ഈ കാര്യം വെച്ചത്. ജൂലൈ 13 ഞങ്ങൾക്ക് മാതാവ് നല്ലൊരു വലിയ വീട്, ഒരു 4 ബെഡ്റൂം വീട് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇപ്രാവശ്യം കുഞ്ഞിനായിട്ട് ഞങ്ങൾക്ക് അവിടെ വരാൻ പറ്റി. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വെയ്റ്റ് ലോസിനെ പറ്റിയാണ്. നമുക്കറിയാം വെയ്റ്റ് ലോസ് ഇസ് ദ ബിഗ് തിങ് നവഡേയ്സ്. എൻ്റെ ഹസ്ബൻഡിന് ഹി വാസ് അറൗണ്ട് 98 kgs. ഹി വാസ് ബിഗ്. സോ ഹി വാണ്ടഡ് ടു റെഡ്യൂസ് ഹിസ് വെയ്റ്റ്. കോൺഫിഡൻസ് ലെവൽ പോവുമല്ലോ നമുക്ക് വെയ്റ്റ് ഇച്ചിരി വെക്കുമ്പോൾ, അപ്പം റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് പുള്ളി നല്ലൊരു അത്ലീറ്റും കൂടിയാണ്. സോ ഹി റൺസ് എ ലോട്ട്, ഈവൻ 5 miles a day. 5 miles a day he used to run, but still he couldn't reduce his weight. കഴിക്കാതിരിക്കും, ഫുഡ് കഴിക്കാതിരിക്കും, സ്മൂത്തി മാത്രം കഴിക്കും, ഒരു ദിവസം വെള്ളം മാത്രം കുടിക്കും, അങ്ങനെ പല ഡയറ്റും. Everything he followed and he was like, oh, I'm so fed up, I'm just going to give up. That's what the last thing he told me. And then I told him, why do you just say like this? You have the best person to ask you. She's your dietitian, ask her what to do. And then I told him one thing to do, pray to Mother Mary that, see, this is, I cannot do it, but not by merit but by grace എന്നാണല്ലോ. അപ്പം മാതാവ് എനിക്കിത് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് താൻ ഓടാൻ പോയിക്കോ, എവറിത്തിങ് വിൽ ബി ഫൈൻ ഞാൻ പറഞ്ഞു. അങ്ങനെ വിത്തിൻ 3 weeks of time he reduced the weight. And from that time നമ്മുടെ ട്രാക്ക് റെക്കോർഡ്സ് നോക്കി അറിയാൻ പറ്റും, ഇറ്റ് റെഡ്യൂസ് വെരി കണ്ടിന്യൂസ്ലി. ആൻഡ് നൗ he is only
78 kg. He's 80 kg. From 98, he lost almost 2 stones, 3 stones. And he's absolutely fine, and everything, his energy levels has come up better. And one more thing I have to say, after chemo and everything, my bowel habits and my appetite weren't normal anymore. സോ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളും എല്ലാം യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ഇതെല്ലാം നോർമലാക്കി തന്നു. ആൻഡ് മൈ ഹെയർ, എനിക്ക് മുടിയില്ലായിരുന്നു. ഒബ്വിയസ്ലി എവറിബഡി വിൽ നോ, കീമോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെല്ലാം പോവും, മൊട്ടത്തലയായി പോവും, പിന്നെ നമുക്ക് മുടി ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഈശോൻ്റെ പോലെ കുറച്ച് മുടി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മുടി തന്നു മാതാവ്. അതൊരു കാര്യം. ദാറ്റ് ഈസ് കപ്പിൾ ഓഫ് തിങ്സ്. പിന്നെ പിള്ളേർക്കും ഒത്തിരി വിശ്വാസമാണ്. ക്യാലി ഗോട്ട് ഹൈ റിസൾട്ട്സ്. അവന് സാറ്റ്സ് റിസൾട്ട്സ് വന്നതിൽ he got almost 96% for maths, and overall SAT score was above 94%. അത്ര മാർക്ക് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. I always tell them to pray and go to school. And she's got this locket, മദർ മേരിയുടെ ചെറിയ ലോക്കറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ സ്കൂളിൽ റിസപ്ഷനിൽ പോകുമ്പം people will ask her, who is this? Because they are only thinking that, is this Elsa or this is Anna? Who is this princess? They only know about Disney princessനെ പറ്റി അറിയാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഏത് പ്രിൻസസ്സാണെന്ന് ചോദിക്കും. സോ ഷീ വിൽ എക്സ്പ്ലെയിൻ ടു ദം ദാറ്റ് ദിസ് ഈസ് മദർ മേരി. കൃപാസനത്തിൽ ഇത് മദർ മേരിയാണ്. ഷീ വിൽ ലുക്ക് ആഫ്റ്റർ യു. ദാറ്റ് ഈസ് വാട്ട് മമ്മി ടോൾഡ് മീ. അങ്ങനെ എല്ലാവർക്കും വിശ്വാസം വർദ്ധിക്കാൻ പറ്റി. അങ്ങനെയൊക്കെ എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും 1000 ഞങ്ങളുടെ ഉമ്മ. താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിംഗ്. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനമാണ്. തിരുവചനം പറയുന്നത് പോലെ ഇന്ന് ഈ കുടുംബം ഇവിടെ നിന്ന് അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തനിക്ക് ലിംഫ് നോഡ്സ് വന്ന് അതുമൂലം എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എടുത്ത് അബ്ഡോമൻ ലിംഫ് നോഡ്സ് ആയിരുന്നോ, ലിംഫോമ, അങ്ങനെ വന്ന് അതിൻ്റെ 6 കീമോയും 20+ റേഡിയേഷനും എടുത്തതിന് ശേഷം ഇനി ഒരു കുഞ്ഞിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഇനി അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ തന്നെയും അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആകും. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലാണ് ഇവിടെ ഈ മകൾ പ്രഗ്നൻ്റ് ആകുന്നു. എന്നാൽ അത് എല്ലാവരും ഒരു നോർമൽ ലൈഫ് ആയിരിക്കില്ല, നോർമൽ പ്രഗ്നൻസി ആയിരിക്കില്ല, അതെന്തോ സംതിങ് അൺയൂഷ്വൽ, അങ്ങനെ വരെയാണ് ഡോക്ടേഴ്സ് വരെ ഈ പറഞ്ഞത്. പക്ഷേ അതെല്ലാം ഈ മകളും റിക്കഗ്നൈസ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അതായത് തനിക്ക് ഇത്രയും റേഡിയേഷനും കീമോയും ഒക്കെ എടുത്തത് കൊണ്ട് പീരീഡ്സ് ഒന്നും റെഗുലർ അല്ലായിരുന്നു. അപ്പോഴതിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല. അങ്ങനെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വരെയും പോയി അവിടെ വളരെ പലതരത്തിലുള്ള റൈഡ്സ് അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസരത്തിലും ഇതറിയാതെ, പ്രഗ്നൻ്റ് ആണ് എന്നറിയാതെ 16 വീക്സ് പ്രഗ്നൻസി ഉള്ള ഒരു കുഞ്ഞിനെയാണ് ഉദരത്തിലിട്ടുകൊണ്ട് ഈ മക്കൾ തങ്ങളുടെ ഒരു ചെറിയ റൈഡിങ്ങിനൊക്കെ പോകുന്നത്. അവിടെയുമൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഈ മകൾക്കുണ്ടാവുക? അങ്ങനെ ഒരു കുഞ്ഞിനെ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഒരു ബേബി ബോയിയെ പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിച്ചു. ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ആ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനു മുമ്പ് ഈ മകളുടെ മമ്മിയും ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്ക് ഈ അസുഖമൊക്കെ, അതായത് തൻ്റെ മോൾക്ക് ഈ അസുഖമൊക്കെ പൂർണ്ണമായും മാറി എന്നുള്ളതിനൊരു തെളിവായിട്ട് ഒരു കുഞ്ഞുകൂടി കിട്ടിയിരുന്നെങ്കിലെന്ന് മമ്മി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് സിസിനോട് ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇവർ പോലും അറിയാതെ ഇവരുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പുകൾ ദൈവം നിക്ഷേപിച്ചത്. ആ കുഞ്ഞിനെയുമായിട്ടാണ് ഇന്ന് അൾത്താരയിൽ വന്ന് ഈ മക്കൾ സാക്ഷ്യം പറയുന്നത്.
പിന്നീട് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ മറ്റ് കൃപകൾ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മകൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തൻ്റെ ഹസ്ബൻഡിൻ്റെ വെയിറ്റ് 98 kg നിന്ന് എങ്ങനെ 80 ആകുന്നു, അത് പലതരത്തിലുള്ള ഡയറ്റുകൾ നോക്കി വെള്ളം മാത്രം കുടിച്ചു നോക്കിയ മകനാണ്. എന്നാൽ അതൊന്നും യാതൊരു യൂസും ചെയ്തില്ല. പിന്നീട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് വെയിറ്റ് നോർമലാകുന്നതെന്ന് നാം കണ്ടു. അതുപോലെ തൻ്റെ മറ്റ് 2 കുഞ്ഞുങ്ങളുടെ അവരുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ അവരുടെ സ്റ്റഡിയിലും ഒക്കെയുള്ള വ്യത്യാസം, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു. കൊച്ചുമോളാണെങ്കിൽ തൻ്റെ കാശുരൂപം എല്ലാവരെയും കാണിച്ചുകൊണ്ട് കൃപാസനത്തിലെ അമ്മയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ എല്ലാവരോടും UK പറഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെയാണ് നാം കേട്ടത്. ഇതാണ് നാം കേട്ട തിരുവചനം. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുമെന്ന് മോശയോട് പറഞ്ഞ കർത്താവ് ഇന്ന് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. നാളെയല്ല, ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന ശക്തമായ സത്യദൈവത്തിൻ്റെ കരങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഓരോ ദിവസവും കൃപാസന അൾത്താരയിൽ അനുഭവ സാക്ഷ്യങ്ങളായി പങ്കുവയ്ക്കപ്പെടുന്നത്. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.